അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ മൂന്നാമത്തെ പാഠമായ അൽ ഇസ്തിഅദാദു ലിൽ മൗത്തി എന്നുള്ള പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും അത്യാവശ്യ വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമായി അറിയിക്കുകയാണ്. മരണത്തിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് ഒരുങ്ങി തയ്യാറാകേണ്ടത്, അതാണ് ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാലിസു, മൂന്നാമത്തെ പാഠം. അൽ ഇസ്തിഅദാദു ലിൽ മൗത്തി, മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ, മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഈ പാഠം. അൽ മൗതു ഹഖ്ഖുൻ, മരണം എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. വകുല്ലു ഇൻസാനിൻ, എല്ലാ മനുഷ്യരും യമൂതു, മരിക്കും. അപ്പൊ മരണം എന്നുള്ളത് അത് സത്യമാണ്, എല്ലാ മനുഷ്യരും മരിക്കും. വൽ മുഅ്മിനുൽ ആഖിലു, ബുദ്ധിമാനായ മുഅ്മിന്, ബുദ്ധിമാനായ വിശ്വാസി. ആരാണ് ബുദ്ധിമാനായ വിശ്വാസി? മൻ, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? യത്തഇദു, ആ ഒരുത്തൻ എന്താണ്? പാഠം ഉൾക്കൊള്ളും, ഉപദേശം ഉൾക്കൊള്ളും. എന്തുകൊണ്ട്? ബിദിക്രിൽ മൗത്തി, മരണത്തെ ഓർക്കൽ കൊണ്ട്. മരണത്തെ ഓർക്കൽ കൊണ്ട് എന്താണ്? പാഠം ഉൾക്കൊള്ളും. കഴിഞ്ഞില്ല. വയസ്തഇദ്ദു ലഹു, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുകയും ചെയ്യും. എന്തുകൊണ്ട്? ബിൽ ത്വാഅത്തി, വഴിപ്പെടൽ കൊണ്ട്. വയസ്തഇദ്ദു ലഹു, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുകയും ചെയ്യും. ബിത്വാഅത്തി, വഴിപ്പെടൽ കൊണ്ട്. കഴിഞ്ഞില്ല. വൽ അമലി സ്വാലിഹി, സൽക്രമങ്ങൾ പ്രവർത്തിക്കൽ കൊണ്ടും. അപ്പോ അള്ളാഹുവിന് വഴിപ്പെടൽ കൊണ്ടും അതുപോലെ തന്നെ സൽക്രമങ്ങൾ പ്രവർത്തിക്കൽ കൊണ്ടും മരണത്തെ ഓർക്കൽ കൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നവനാണ് ബുദ്ധിമാനായ വിശ്വാസി. അപ്പൊ എന്താ പറഞ്ഞത്? മരണത്തെ ഓർക്കൽ കൊണ്ട് പാഠം ഉൾക്കൊള്ളുകയും അള്ളാഹുവിന് വഴിപ്പെടൽ കൊണ്ടും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ള മുഅ്മിന്. അപ്പൊ ബുദ്ധിയുള്ള മുഅ്മിന് എന്ന് പറഞ്ഞ ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് ഫദിക്റുൽ മൗത്തി, അപ്പൊ മരണത്തെ ഓർക്കൽ. മിൻ ആലമിൽ മവാഇലി, ഏറ്റവും വലിയ ഉത്ബോധനങ്ങളിൽ ഒന്നാണ്, ഏറ്റവും വലിയ ഉത്ബോധനങ്ങളിൽ പെട്ടതാണ്. അതായത് മരണത്തെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ പെട്ട ഒന്നാണ്. വഹുവ, അത് യുറഖിഖുൽ ഖൽബ, ഹൃദയത്തെ മൃദുലമാക്കും. അപ്പോ മരണത്തെ ഓർക്കുക എന്നുള്ളത് അത് ഖൽബിനെ എന്താക്കും? മൃദുലമാക്കും, നേർമയാക്കും. വയുസഹിദു ഫിദ്ദുനിയ, ദുനിയാവിനോടുള്ള താല്പര്യം ഇല്ലാതാക്കുകയും ചെയ്യും. ദുനിയാവിനോടുള്ള അമിത താല്പര്യം ഇല്ലാതാക്കുകയും ചെയ്യും. കഴിഞ്ഞില്ല. വയഹുസ്സു അല ത്വാഅത്തി, വഴിപ്പെടുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുകയും ചെയ്യും. അത് വഴിപ്പെടുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുകയും ചെയ്യും. വതർക്കിൽ മആസി, ദോഷങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ മേലും. അപ്പോ അത് ഇബാദത്ത് ചെയ്യുന്നതിന്റെയും അതുപോലെ തന്നെ തിന്മകൾ ഉപേക്ഷിക്കുന്നതിന്റെയും മേൽ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോ മരണത്തെ ഓർക്കുക എന്നുള്ളത് ഇബാദത്തുകൾ ചെയ്യാനും അതുപോലെ തന്നെ തിന്മകൾ ഉപേക്ഷിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്തി, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കുക. മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്തി, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. മരിക്കുന്നതോടുകൂടി എല്ലാ രസങ്ങളും എല്ലാ ആസ്വാദനങ്ങളും മുറിഞ്ഞു പോകുമല്ലോ, അതാണല്ലോ മരണം. ആ മരണത്തെ ഓർക്കുന്നതിനെ നിങ്ങൾ അധികരിപ്പിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കുക. മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്തി, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നതിനെ നിങ്ങൾ അധികരിപ്പിക്കുക. ഇനി അടുത്തത് ഒരു സൈഡ് ഹെഡിങ്.
യുസ്തഹബ്ബു സുന്നത്താക്കപ്പെടും അൽ ഇസ്തിഅദാദു ഒരുങ്ങി തയ്യാറാകൽ ലിൽ മൗത്തി മരണത്തിനിക്ക്. അപ്പൊ മരണത്തിന് ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ടൊക്കെയാണ് തയ്യാറാകേണ്ടത്? ഒന്നാമത്തത് ബി തൗബത്തി സ്വാദിഖത്തി, സത്യസന്ധമായ തൗബ കൊണ്ട്, അതായത് യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥമായ തൗബ കൊണ്ട്, ആത്മാർത്ഥമായ തൗബ കൊണ്ട് ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. അപ്പൊ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ടൊക്കെ? ഒന്നാമത്തത് ബിത്തൗബത്തി സ്വാദിഖത്തി, ആത്മാർത്ഥമായ തൗബ കൊണ്ട്. രണ്ടാമത്തത് ബിൽ മുഹാഫളത്തി അലസ് സ്വലവാത്തി വസാഇരിൽ ഫറാഇലി, ബിൽ മുഹാഫളത്തി അലസ് സ്വലവാത്തി, നിസ്കാരങ്ങളുടെ മേൽ സൂക്ഷിക്കൽ കൊണ്ടും, വസാഇരിൽ ഫറാഇലി, മറ്റു ഫർളുകളുടെ മേലിലും. അപ്പൊ നിസ്കാരങ്ങളെയും അതുപോലെ തന്നെ മറ്റു ഫർളുകളെയും സൂക്ഷിക്കൽ കൊണ്ടും മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. ഇനി മൂന്നാമത്തത് ബിറദ്ദിൽ ഹുഖൂഖി ഇലാ അസ്ഹാബിഹാ, ബിറദ്ദിൽ ഹുഖൂഖി, അവകാശങ്ങളെ തിരിച്ചു നൽകൽ കൊണ്ടും, ഇലാ അസ്ഹാബിഹാ, അതിന്റെ അവകാശികളിലേക്ക്, അതിന്റെ ആളുകളിലേക്ക്. അപ്പൊ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉണ്ടാകും, അത് തിരിച്ചു നൽകൽ കൊണ്ടും മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. എന്താ പറഞ്ഞത്? മൂന്നാമത്തത് ബിറദ്ദിൽ ഹുഖൂഖി ഇലാ അസ്ഹാബിഹാ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അത് തിരിച്ചു നൽകൽ കൊണ്ടും ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. ഇനി നാലാമത്തത് ബിൽ ഇക്സാരി മിനൽ ആമാലി സ്വാലിഹത്തി, ബിൽ ഇക്സാരി മിനൽ ആമാലി സ്വാലിഹത്തി, നല്ല കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ കൊണ്ടും സൽക്രമങ്ങൾ അധികരിപ്പിക്കൽ കൊണ്ടും ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. ഇനി അഞ്ചാമത്തത് ബിഹുസ്നിൽ ലന്നി ബില്ലാഹി തആല, ബിഹുസ്നിൽ ലന്നി, ഭാവന നന്നാക്കൽ കൊണ്ടും. ആരെ കൊണ്ടുള്ള ഭാവന? ബില്ലാഹി തആല, അള്ളാഹുവിനെ കൊണ്ടുള്ള, അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവന കൊണ്ടും, അള്ളാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷ, നല്ല വിചാരം ഉണ്ടാകൽ കൊണ്ടും മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. അപ്പൊ എന്താ പറഞ്ഞത്? മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ടൊക്കെ? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ആത്മാർത്ഥമായ തൗബ കൊണ്ട്. രണ്ടാമത്തത് നിസ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റു ഫർളുകളും സൂക്ഷിക്കൽ കൊണ്ട്. മൂന്നാമത്തത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ അത് തിരിച്ചു നൽകൽ കൊണ്ട്. നാലാമത്തത് നല്ല കർമ്മങ്ങൾ, അതായത് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കൽ കൊണ്ട്. അഞ്ചാമത്തത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകൽ കൊണ്ട്. ഇത്യാദി കാര്യങ്ങളെ കൊണ്ടൊക്കെ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താക്കപ്പെടും. ഇനി അടുത്തൊരു സൈഡ് ഹെഡിങ് ദിക്റുൽ മൗതി വ തമന്നീഹി, മരണത്തെ ഓർക്കുകയും അതിനെ ആഗ്രഹിക്കലും. മരണത്തെ സ്മരിക്കുക, അതായത് മരണത്തെ ഓർക്കുകയും അതിനെ ആഗ്രഹിക്കലും. അതിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? യതഅഖദുൽ ഇക്സാറു മിൻ ദിക്രിൽ മൗതി, ഒന്നതാണ് മരണസ്മരണ അധികരിപ്പിക്കൽ മുഅക്കദായ ശക്തിയായ സുന്നത്താണ്. യതഅഖദു, ശക്തിയായ സുന്നത്താക്കപ്പെടും. അൽ ഇക്സാറു, അധികരിപ്പിക്കൽ, മിൻ ദിക്രിൽ മൗതി, മരണസ്മരണയെ, അതായത് മരണത്തെ ഓർക്കൽ, അത് അധികരിപ്പിക്കൽ എന്താണ്? സുന്നത്താക്കപ്പെടും. അടുത്തത് യുക്റഹു, കറാഹത്താക്കപ്പെടും. തമന്നിൽ മൗതി, മരണത്തെ ആഗ്രഹിക്കൽ. എന്തിനു വേണ്ടി? ലി മസ്വാഇബി ദുനിയ, ദുന്യവിയായ വിപത്തിന് വേണ്ടി. വശിദ്ദതിഹ, അതിന്റെ കാഠിന്യത്തിന് വേണ്ടിയും. അപ്പൊ എന്താ പറഞ്ഞത്? ദുന്യവിയായ വിപത്തിന് വേണ്ടി, അതിന്റെ കാഠിന്യത്തിന് വേണ്ടിയൊക്കെ മരണത്തെ ആഗ്രഹിക്കൽ അതെന്താണ്? കറാഹത്താക്കപ്പെടും. അപ്പൊ ദുന്യവിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, വിപത്ത് ഉണ്ടാകുമ്പോ, മുസീബത്ത് ഉണ്ടാകുമ്പോ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് അത് കറാഹത്താണ്. അടുത്തത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും ആഗ്രഹിക്കരുത്, അൽ മൗത, മരണത്തിനെ. നിങ്ങളിൽ നിന്ന് ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. ലിദുരിൻ അസാബഹു,
അവനിക്ക് എത്തിയ ബുദ്ധിമുട്ടിന് വേണ്ടി. അപ്പൊ നബിസ്മാതങ്ങൾ എന്താ പറഞ്ഞ, നിങ്ങളിൽ ആരും തന്നെ വിപത്തുണ്ടായ കാരണം കൊണ്ട് മരണത്തെ ആഗ്രഹിക്കരുത്. അങ്ങനെ മരണത്തെ ആഗ്രഹിക്കൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ. എന്ത്? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, കഴിഞ്ഞില്ല, വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ. എന്തിയപ്പോ പറഞ്ഞത്? അങ്ങനെ ആഗ്രഹിക്കൽ, അങ്ങനെ മരണത്തെ ആഗ്രഹിക്കൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ ഫൽയഖുൽ, അവൻ പറയട്ടെ. എന്ത് പറയട്ടെ? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിനി, എന്നെ ജീവിപ്പിക്കണമേ, മാ കാനത്തിൽ ഹയാത്തു, ജീവിതമാണെങ്കിൽ, ഖൈറല്ലി, എനിക്ക് ഉത്തമമാണെങ്കിൽ, അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഉത്തമമാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. അടുത്തത് വതവഫനി, എന്നെ നീ മരിപ്പിക്കണമേ, ഇദാ കാനത്തിൽ വഫാത്തു, മരണമാണെങ്കിൽ, ഖൈറല്ലി, എനിക്ക് ഉത്തമമാണെങ്കിൽ. അപ്പൊ മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ. ഇനി അടുത്ത സൈഡ് ഹെഡിങ്, യുസന്നു ഇന്ദ തയഖ്വുനിൽ മൗത്തി, മരണം ഉറപ്പായ ശേഷം സുന്നത്തായ കാര്യങ്ങൾ. യുസന്നു, സുന്നത്താക്കപ്പെടും, ഇന്ദ തയഖ്വുനിൽ മൗത്തി, മരണം ഉറപ്പാകുന്ന സമയത്ത്. അപ്പൊ മരണം ഉറപ്പായ സമയത്ത് സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് പറയുന്നത്. ഒന്നാമത്തത് തഗ്മീദു ഐനൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണും അടപ്പിക്കുക, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണും അടക്കുക. രണ്ടാമത്തത് ഷദ്ദു ലഹ്യൈഹി ലി അല്ലാ യംഫതിഹ ഫമുഹു, ഷദ്ദു ലഹ്യൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് താടിയെല്ലുകൾ കെട്ടുക, ലി അല്ലാ യംഫതിഹ ഫമുഹു, അദ്ദേഹത്തിന്റെ വായ തുറക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ വായ തുറക്കാതിരിക്കാൻ വേണ്ടി താടിയെല്ലുകൾ എന്ത് ചെയ്യുക? കെട്ടുക, ബന്ധിപ്പിക്കുക. മൂന്നാമത്തത് വളഉ ശൈഇൻ സഖീലിൻ, നേരിയ ഭാരമുള്ള ഒരു വസ്തു വെക്കുക, അലാ ബത്നിഹി, അദ്ദേഹത്തിന്റെ വയറിന്റെ മേൽ. അപ്പൊ ചെറിയ ഭാരമുള്ള എന്തെങ്കിലും വസ്തു വയറിന്റെ മുകളിൽ വെക്കുക. അടുത്തത് നാലാമത്തത് തജ്രീദുഹു മിൻ സിയാബിഹി, അദ്ദേഹത്തിന്റെ ധരിച്ച വസ്ത്രം ഊരൽ. അപ്പൊ മരിക്കുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ഊരുക. അടുത്തത് അഞ്ചാമത്തത് സതുറു ജസദിഹി, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും മറക്കുക, ബി സൗബിൻ ഖഫീഫിൻ, നേരിയ വസ്ത്രം കൊണ്ട്. അപ്പൊ നേരിയ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവനും മറക്കുക. അടുത്തത് ആറാമത്തത് തൗജീഹു ഇലൽ ഖിബിലത്തി, അദ്ദേഹത്തെ ഖിബിലയിലേക്ക് മുന്നിടിച്ച് കിടത്തുക. അപ്പോ ഖിബിലയിലേക്ക് എന്ത് ചെയ്യുക? മുന്നിടിച്ച് കിടത്തുക. അടുത്ത ഏഴാമത്തത് അൽ മുബാദറത്തു ബി ഖലാഇ ദൈനിഹി വ തൻഫീദി വസിയതിഹി, അൽ മുബാദറത്തു ബി ഖലാഇ ദൈനിഹി, അദ്ദേഹത്തിന്റെ കടത്തെ വീട്ടൽ കൊണ്ട് ഉളരുക, അതായത് ധൃതി കാണിക്കുക. വ തൻഫീദി വസിയതിഹി, അദ്ദേഹത്തിന്റെ വസിയത്ത് നടപ്പിലാക്കുന്നതിലും. അപ്പൊ അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതിലും അതുപോലെ തന്നെ വസിയത്ത് നടപ്പാക്കുന്നതിലും ഉളരുക, അതായത് വേഗത കാണിക്കുക. ഇതൊക്കെയാണ് മരണം ഉറപ്പാകുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ. 7ഓളം കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് പെട്ടെന്ന് പറയാം. അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണും അടക്കുക, അതുപോലെ തന്നെ രണ്ടാമത്തത് വായ തുറക്കാതിരിക്കാൻ വേണ്ടി താടിയെല്ലുകൾ കെട്ടുക. മൂന്നാമത്തത് ചെറിയ ഭാരമുള്ള എന്തെങ്കിലും വസ്തു വയറിന് മുകളിൽ വെക്കുക. അടുത്തത് നാലാമത്തത് ധരിച്ച വസ്ത്രം ഊരുക. അടുത്തത് അഞ്ചാമത്തത് നേരിയ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവനും മറക്കുക. അടുത്തത് ആറാമത്തത് ഖിബീലയിലേക്ക് മുന്നിടിച്ച് കിടത്തുക. ഏഴാമത്തത് അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതിലും അതുപോലെ തന്നെ വസിയത്ത് നടപ്പാക്കുന്നതിലും വേഗത കാണിക്കുക, ഉളരുക. ഈ 7 കാര്യങ്ങളും മരണം ഉറപ്പാകുന്ന സമയത്ത് ചെയ്യൽ സുന്നത്തായ കാര്യങ്ങളാണ്. അതിൽ ഏഴാമത്തത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതിലും അതുപോലെ തന്നെ വസിയത്ത് നടപ്പിലാക്കുന്നതിലും വേഗത കാണിക്കുക എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ആത്മാവ്, മുഅല്ലഖത്തും ബിദൈനിഹി, അദ്ദേഹത്തിന്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഹത്ത
ഹത്താ യുഖ്ലാ അൻഹു, അത് വീട്ടുന്നത് വരെ. അപ്പൊ എന്തേ പറഞ്ഞത്? ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് അവന്റെ കടം വീട്ടിത്തീരുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കടം അത്രയും ഗൗരവമുള്ള കാര്യമാണ് എന്നർത്ഥം. അപ്പൊ ഇതാണ് പാഠം. ഈ പാഠത്തില് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്താണ് എന്നതിൽ പറഞ്ഞു. അതുപോലെ തന്നെ മരണത്തെ ഓർക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യൽ സുന്നത്തുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മരണത്തെ ഓർക്കലും അതുപോലെ തന്നെ മരണത്തിന് വേണ്ടി ആഗ്രഹിക്കലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതായത് ദുന്യവിയായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, മുസീബത്തുകൾക്ക് വേണ്ടി മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് അത് കറാഹത്താണ്. പിന്നെന്താ പറഞ്ഞത്? മരണം ഉറപ്പാകുന്ന സമയത്ത് ചെയ്യൽ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ 7ഓളം കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് പാഠം. ഇനി അടുത്ത് തദ്രീബാത്ത്. തദ്രീബാത്തിൽ ഒന്നാമത്തത് അജിബ്, ഉത്തരം എഴുതുക. അതിൽ ഒന്ന് ഉദ്കുർ സലാസത ഉമൂരിൻ ലിൽ ഇസ്തിദാദി ലിൽ മൗതി, മരണത്തിന് തയ്യാറാകുന്നതിനുള്ള 3 കാര്യങ്ങൾ പറയുക. എന്താണ് ഒന്നാമത്തത്? അത്തൗബത്തു സ്വാദിഖത്തു. രണ്ടാമത്തത് അൽ മുഹാഫളത്തു അല സ്വലവാതി വസാഇരിൽ ഫറാഇലി. മൂന്നാമത്തത് റദ്ദുൽ ഹുഖൂഖി ഇലാ അസ്ഹാബിഹ. എന്താ ഇതിന്റെ അർത്ഥം? സത്യസന്ധമായ പശ്ചാത്താപം, തൗബ ചെയ്യുക. രണ്ടാമത്തെ നിസ്കാരവും അതുപോലെ തന്നെ മറ്റു ഫർളുകളും അതെന്ത് ചെയ്യുക? സൂക്ഷിക്കുക. നിസ്കാരങ്ങളുടെ മേലും മറ്റ് ഫർളുകളുടെ മേലും എന്ത് ചെയ്യുക? സൂക്ഷ്മത പാലിക്കുക. മൂന്നാമത്തത് അവകാശങ്ങളെ അതിന്റെ അവകാശികളിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തത് മാ ഹുക്മു തമന്നിൽ മൗതിലി മസാഇബിദ് ദുനിയ, ദുന്യവിയായ പ്രയാസങ്ങളുടെ മേൽ മരണത്തെ ആഗ്രഹിക്കുന്നതിന്റെ വിധി എന്ത്? ദുന്യവിയായ മുസീബത്തുകൾക്ക് വേണ്ടി മരണത്തെ ആഗ്രഹിക്കുന്നതിന്റെ വിധി എന്താണ്? ഉത്തരം കറാഹത്താണ്. മൂന്നാമത്തത് ഉദ്കുർ സലാസത്തും മിമ്മാ യുഫ്അലു ഇൻദ തയഖ്ഖുനിൽ മൗതി, മരണം ഉറപ്പായാൽ നിർവഹിക്കേണ്ട കാര്യങ്ങളിൽ 3 വിവരിക്കുക. ഒന്നാമത്തത് 7ഓളം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് തഗ്മീദു ഐനൈഹി, രണ്ടാമത്തത് ഷദ്ദു ലിഹ്യൈഹി, മൂന്നാമത്തത് തൗജീഹു ഇലൽ ഖിബ്ലത്തി. ഇനിയും വേറുണ്ട്, ഒരു 3 പറഞ്ഞു എന്ന് മാത്രം. എന്താ അതിന്റെ അർത്ഥം? മയ്യത്തിന്റെ 2 കണ്ണുകളും അടക്കുക. തഗ്മീദു ഐനൈഹി, മയ്യത്തിന്റെ 2 കണ്ണുകളും അടക്കുക. രണ്ടാമത് ഷദ്ദു ലഹ്യൈഹി, മയ്യത്തിന്റെ 2 താടിയെല്ലുകളും ബന്ധിപ്പിക്കുക, കെട്ടുക. മൂന്നാമത്തെ തൗജീഹു ഇലൽ ഖിബ്ലത്തി, മയ്യത്തിന് ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തൽ. ഇനി രണ്ടാമത്തെ ലഅ് അലാമത്ത, എന്നിട്ടൊരു ശരി എന്നുള്ള ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഔ പിന്നെ ഒരു തെറ്റിന്റെ ചിഹ്നം. അപ്പൊ ഈ 2 അടയാളങ്ങളും അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തത് ദിക്റുൽ മൗതി യുറഖിഖുൽ ഖൽബ. എന്താ അതിന്റെ അർത്ഥം? മരണസ്മരണ ഹൃദയത്തെ ലോലമാക്കും. ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നാ ചോദിച്ചുള്ളത്. അപ്പൊ അത് ശരിയാണ്, ശരി അടയാളപ്പെടുത്തണം. രണ്ടാമത്തെ യുസന്നു വലഉ ശൈഇൻ തഖീരിൻ അലാ റഅസിഹി, ഭാരമുള്ള ഒരു വസ്തു മയ്യത്തിന്റെ തലയുടെ മേൽ വെക്കൽ സുന്നത്താക്കപ്പെടും. ആ പറഞ്ഞത് തെറ്റാണ്. കാരണം ഭാരമുള്ള വസ്തു വയറിന്റെ മേൽ വെക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. മൂന്നാമത്തത് അക്മിൽ, പൂരിപ്പിക്കുക. അതിൽ ഒന്നാമത്തത് അൽ മുബാദറത്തു ബി ഖലാഇ ഡാഷ്, അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം? ദൈനിഹി എന്ന് ചേർത്ത് കൊടുക്കണം. അതിൽ രണ്ടാമത്തത് അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തി ഡാഷ്, ബാക്കി അൽ ഹയാത്തു ഖൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. ഇനി അടുത്തത് നാലാമത്തത് അന്നശാത്തു തത്ബീഖിയ്യു, പ്രാക്ടിക്കൽ പ്രവർത്തനം, പ്രായോഗിക പ്രവർത്തനം. അതില് ഒന്നാമത്തത് ഉദ്കുറു അമലൈനി തസ്തഇദ്ദു ബിഹിമാലിൽ മൗതി, മരണത്തിന് തയ്യാറാകുന്നതിനായി നിങ്ങൾ ചെയ്യുന്ന 2 പ്രവർത്തനങ്ങൾ പറയുക. മരണത്തിന് വേണ്ടി തയ്യാറാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തത് നബ്ഹസു കൈഫ യുഅസ്സിറു ദിക്റുൽ മൗതി ഫി ഹയാത്തിൽ മുസ്ലിമി. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് ചർച്ച ചെയ്യാം, നബഹസു നമുക്ക് ചർച്ച ചെയ്യാം. എന്ത്? കൈഫ യുഅസ്സിറു ദിക്റുൽ മൗതി ഫി ഹയാത്തിൽ മുസ്ലിമി, മരണസ്മരണം മുസ്ലിമിന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, മരണസ്മരണ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു
ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചർച്ച നടത്തുക, എന്നിട്ട് അത് എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പാഠം. എല്ലാവർക്കും പാഠം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പല ആവർത്തി പാഠം കേട്ട് ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.